നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ആണ്ട് ഓഗസ്റ്റ് മാസം 30-ാം തീയതി 1200-ാം ആണ്ട് ചിങ്ങമാസം 14-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പുണർദം നക്ഷത്രവുമാണ്. നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ്, ശുഭ ദിവസമാണെന്ന്. കാരണം ശുക്രൻ്റെ ദിവസമാണ്. ശുക്രനിൽ സുഖിക്കാത്തവരായി ആരുമില്ല. വളരെ സൗഭാഗ്യത്തെ തരുന്ന ഒരു ദിവസവും കൂടിയാണ് ശുക്രൻ്റെ ദിവസം. ഇന്നത്തെ നക്ഷത്രവും പുണർദ നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. അതുപോലെ ചിങ്ങമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് പുണർദ നക്ഷത്രത്തിന് പൊതുവേ ഇപ്പോൾ നല്ല സമയമല്ല എന്നൊക്കെ ആണെങ്കിൽ പോലും നമുക്കിന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായ പല അവസ്ഥകളും വന്നു ചേരും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം നടത്താൻ പറ്റും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാഹനം വന്നു ചേരും. അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. വിവാഹം നടക്കാതെ കഷ്ടപ്പെട്ടിരിക്കുന്നവർ വിവാഹിതരാകും, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും. മക്കളെ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന പേരൻസിന് മക്കളെ കല്യാണത്തിന് നടത്തി കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കുടുംബസമേതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പലപ്പോഴും കുടുംബസമേതമായിരിക്കില്ല ജീവിക്കുന്നത്. ഭാര്യ ഒരിടത്ത്, ഭർത്താവ് ഒരിടത്ത്, ഭർത്താവിന് വിദേശത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യയെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാവും. നമ്മളതിനു വേണ്ടി ശ്രമിച്ചാൽ എല്ലാം അനുകൂലപ്രദമായി തീരും. അപ്പോൾ നമ്മളതിനെന്ത് ചെയ്യണം? പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. ദുർഗാക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ നടത്തിപ്പോണം. അതിനൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലം നോക്കി വേണം നിങ്ങൾ യാത്ര തിരിക്കാൻ. രാഹുകാലം കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രാഹുകാലം എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും 10:58 തൊട്ട് രാഹുകാലം ആരംഭിക്കുകയാണ്. 12:27 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഒന്നുകിൽ യാത്ര തിരിക്കുമ്പോൾ രാഹുകാലത്തിന് മുമ്പോ രാഹുകാലത്തിന് ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കണം. യാത്രയ്ക്ക് മാത്രം അതിൻ്റെ പ്രാധാന്യം കൊടുത്താൽ മതി. പക്ഷേ 2 സുപ്രധാനമായ സമയങ്ങളുണ്ട് ഒരു കാര്യത്തിനും കൊള്ളാത്തത്: ഗുളികകാലവും യമകണ്ഠകാല സമയവും. അല്ലെങ്കിൽ ഗുളികൻ്റെ സമയം വരുന്നത് 7:50 തൊട്ട് 9:22 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:28 മുതൽ 5 മണി വരെയും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്ത സമയവും 12:01 തൊട്ട് ആരംഭിക്കും. 12:01 തൊട്ട് 12:49 വരെ അഭിജിത്ത് മുഹൂർത്തം, 48 മിനിറ്റ് നേരം. ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്. നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രത്തിനും കൂടി പ്രാധാന്യം കൊടുക്കണം. വീട്ടിൽ നിൽക്കുമ്പോഴും ചുവപ്പ് കലർന്നോ വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നന്നായിരിക്കും. അത് ചുരിദാറായിട്ടായാലും ശരി, ഷർട്ടായിട്ടായാലും ശരി, അല്ലെങ്കിൽ ബ്ലൗസായിട്ടായാലും ശരി, നമ്മൾ ഷോളായിട്ടായാലും ശരി, അല്ലെങ്കിൽ പൊട്ടായിട്ടായാലും ശരി, കർച്ചീപ്പായിട്ടായാലും ശരി. കാരണം ചുവപ്പ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഈ പോസിറ്റീവ് എനർജി, ശുക്രൻ്റെ പവർ, പോസിറ്റീവ് പവർ നമ്മളിലേക്ക് ആഗിരണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.